കൂടുതലുണ്ടല്ലോ. പണം റെഡിയായില്ലേ? അതെ. സൂരജ് എവിടെ? വണ്ടിയിൽ ഞങ്ങളുടെ പിന്നാലെ വന്നോളൂ. അവരുടെ പിന്നാലെ പോകാം. സൂരജ് ഇവിടെയാണോ ഉള്ളത്? അതെ, പണം തന്നോളൂ, സൂരജിനെ കാണിച്ചു തരാം. ആദ്യം സൂരജിനെ കാണിച്ചതാ. നിങ്ങൾക്ക് ഇത്ര വിശ്വാസമില്ലേ? ശരി, അകത്തുനിന്ന് സൂരജിനെ കണ്ടിട്ട് പണം തന്നാൽ മതി. പക്ഷേ നിങ്ങൾ പണം കൊണ്ടുവന്നോന്ന് ഞങ്ങൾക്കൊന്ന് ഉറപ്പിക്കണ്ടേ? ആദർശേ, പണം വരൂ. തുറക്ക്. എന്താ പൊന്നു മക്കളെ, നിന്നെ കാണാൻ പറ്റിയല്ലോടാ. ഇടപാടുകളൊക്കെ അവസാനിപ്പിച്ചിട്ട് മതി ഇതൊക്കെ. പണം തന്ന സൂരജിനെ വിട്ടുതരാമെന്നല്ലേ പറഞ്ഞത്? വേറെന്ത് ഇടപാടാ? പണം. അതെ, സൂരജിനെ വിട്ടുതരും മുമ്പ് ഞങ്ങൾ ബോസുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ കൃത്യസമയത്താണല്ലോ എത്തിയത്. അതെ ബോസ്, പണം കിട്ടിയെന്നും ഇവനെ ഇവരോടൊപ്പം അയക്കട്ടെന്ന് ചോദിക്കാൻ ഞാൻ ഫോൺ ചെയ്യുമായിരുന്നു. ഓക്കെ, പണം കിട്ടിയോ? ക്യാഷ് ഇവരുടെ കയ്യിലുണ്ട്, പക്ഷെ ഞങ്ങൾ വാങ്ങി എണ്ണി നോക്കിയില്ല. പറഞ്ഞ പണം മുഴുവനും ഉണ്ട്. ഇയാളെ അഴിച്ചുവിടും.
അധ്വാനിക്കാത്തതും അർഹതയില്ലാത്തതുമായ പണം ആരുടെ കയ്യിലിരുന്നാലും അത് ബാധ്യതയാവും. അപ്പോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഈ പണവും നിങ്ങൾക്ക് ബാധ്യതയാവില്ലേ? ബോസിനെ എതിർത്ത് സംസാരിക്കുന്നോടാ. ഏയ് വേണ്ട. ആ ചോദ്യം ശരിയാ. അർഹതയില്ലാത്തതൊന്നും നിലനിൽക്കില്ല. വന്നതിനേക്കാൾ വേഗത്തിൽ അതെല്ലാം തിരികെ പോകും. ഈ പണത്തിൽ 30 ലക്ഷം ഞങ്ങളുടേതാണ്. അതിന്റെ കണക്കൊക്കെ അറിയേണ്ടവർക്കെല്ലാം അറിയാം. അതുമാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. $30 ലക്ഷം കൃത്യമായി എണ്ണിയെടുത്തിട്ട് ബാക്കി തിരികെ കൊടുത്തോളൂ. ബോസ് അത് പറയുന്നതനുസരിക്കൂ. ശരി. അല്ല, ആ പണം മതിയായിരുന്നെങ്കിൽ അന്ന് ഞാൻ സൂരജിനെ തിരികെ കൊണ്ടുപോയനെ. അത് ഞാൻ ഇവരോട് പറഞ്ഞതുമാണ്. ഇതൊന്നും ആരുടെയും തെറ്റല്ല. ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത്. തെറ്റും ശരിയുമെല്ലാം നമ്മുടെ ചിന്തകളിലാണ്. അതിന്റെ തിരിച്ചറിവുകൾ അനുഭവങ്ങളിലൂടെയും. എന്റെ എല്ലാമായ ഏക മകളെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് സമ്പാദ്യങ്ങൾ കൊണ്ടൊന്നും നേടാനില്ല. വെറുതെ പണം വാങ്ങി നിങ്ങൾക്ക് ബാധ്യതകൾ ഉണ്ടാക്കാനും നോക്കുന്നില്ല. സൂരജിനെയും കൂട്ടി നിങ്ങൾക്ക് ബാക്കി പണവുമായി തിരികെ പോകാം. ബോസ്, ഇതാ ബാക്കി ക്യാഷ് ഇതിലുണ്ട്. ശരി. മോനെ, നമുക്ക് പോവാടാ. എല്ലാരും നിന്നെ കാത്തിരിക്കുക അവിടെ. ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിക്കോളൂ. വാ. ശരി. എന്റെ മോനെ, നിന്നെ കാണാതെ അമ്മ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? എന്താ, എവിടെയാ, നിനക്ക് എന്താ സംഭവിച്ചെന്നൊന്നും അറിയാതെ ഇത്രയും ദിവസം നെഞ്ചിൽ തീയായിരുന്നു. ഞാനിപ്പോ വന്നില്ലേ, ഇനി അമ്മ വിഷമിക്കണ്ട. സൂരജിനെ നേരിൽ കാണുന്നത് വരെ അവര് പറയുന്നത് സത്യമാണോന്ന് ഞങ്ങൾക്ക് വലിയ സംശയമായിരുന്നു. നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോഴാ വിശ്വാസമായത്. എന്നെ അവര് പിടിച്ചോണ്ട് പോയപ്പോ ഞാൻ കയറിയ ബസ് ആക്സിഡന്റ് ആയില്ലേ. അതാ മുത്തശ്ശനെ കോണ്ടാക്ട് ചെയ്യാൻ ഇത്രയും കാലതാമസം അവർക്കുണ്ടായത്. ബസ്സിൽ നിന്ന് ഞാൻ മിസ്സായെന്നൊരു വാർത്ത കൂടി വന്നപ്പോൾ അവർക്കെന്നെ പെട്ടെന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെയായി. ഇതൊക്കെ ഞാനും ഈ അടുത്ത അറിഞ്ഞത്. കാരണം എന്നെ പിടിച്ചോണ്ട് പോയത് ആരാണെന്നോ അവരെന്തിനാ കൊണ്ടുപോയതെന്നോ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നില്ല. എന്തായാലും ഭഗവാൻ സൂരജിന് ആപത്തൊന്നും വരുത്താതെ തിരികെ എത്തിച്ചല്ലോ, അത് മതി. അതെ, എല്ലാത്തിനും വലുത് ജീവനാ. അവരെ ആക്സിഡന്റിന് മുൻപ് സൂരജിനെ പിടിച്ചോണ്ട് പോയത് ഒരു കണക്കിന് നല്ലതായി തന്നെയല്ലേ വന്നിരിക്കുന്നത്. അതും സത്യം. എന്നാലും അവരാദ്യം 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചതെന്താ?
അവര് 30 ലക്ഷം മതിയെന്ന് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ അത് നമുക്ക് അന്ന് തന്നെ കൊടുക്കായിരുന്നല്ലോ. അതിനുള്ള പണം അച്ഛന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെ, അത് മുത്തശ്ശൻ അവിടെ പറഞ്ഞിരുന്നു. പക്ഷേ 30 ലക്ഷം മതിയെന്ന കാര്യം അവരുടെ മെയിൻ ആള് അവിടെ വന്നപ്പോൾ പറഞ്ഞ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതെന്തെങ്കിലും ആവട്ടെ, സൂരജിനെ രക്ഷിക്കാൻ വേണ്ടി ആദർശ് തന്ന പണത്തിന്ന് 30 ലക്ഷമല്ലേ എടുത്തുള്ളൂ. ബാക്കി പണം ആദർശിന് തിരിച്ചു കൊടുക്കാഞ്ഞ എന്താ? ഞാനത് ആദർശനോട് സംസാരിച്ചു. ബാക്കിയുള്ള 70 ലക്ഷം അപ്പം തന്നെ കൊടുക്കാമെന്നും ബാക്കി 30 ലക്ഷം ഞാൻ എത്തിച്ചു തരാമെന്നും പറഞ്ഞു. പക്ഷേ ആദർശ് അത് സമ്മതിച്ചില്ല. പണം വേണ്ടെന്ന ആദർശ് പറഞ്ഞത്. ബാക്കി 30 ലക്ഷം കൂടി ചേർത്ത് തന്നത് മുഴുവനായി തന്നെ തിരിച്ചേൽപ്പിക്കണം. സൂരജിനെ രക്ഷിക്കാനായി ആദർശേട്ടൻ തന്നതല്ലേ. നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഈശ്വരനായി തന്നെ നമുക്ക് തരുമ്പോൾ നമ്മളത് ചെയ്യണം. നമുക്കത് കൊടുക്കാം മോളെ. സൂരജിന് നല്ല ക്ഷീണം ഉണ്ടാവും. ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങാം. ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. അതെ മോനെ, മോൻ പോയി കുളിച്ച് റെസ്റ്റ് എടുക്ക. എന്റെ ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പറഞ്ഞ വഴിപാടുകളെല്ലാം ഉടനെ തന്നെ വന്ന് ചെയ്തോളാം. എന്റെ മോനെ കാത്തോളെ. ഇനി സങ്കടമൊന്നും വേണ്ട. സൂരജ് തിരിച്ചെത്തിയില്ലേ മോളെ? ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു. അതെ, ഇത്രയും നാളും എല്ലാവരെയും വിഷമിപ്പിച്ചുവെങ്കിലും ഇപ്പൊ കുഴപ്പമൊന്നും കൂടാതെ തിരിച്ചെത്തിയല്ലോ. ഭഗവാന്റെ അനുഗ്രഹം എന്ന് കരുതിയാ മതി. മോളെ, നിനക്ക് സന്തോഷായില്ലേ? ആയി. ഇത്രയും ദിവസം പ്രാർത്ഥിച്ചു കാത്തിരുന്നത് ഈ വാർത്ത കേൾക്കാൻ വേണ്ടിയായിരുന്നു. സൂരജ് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഭഗവാൻ അത് സാധിച്ചു തന്നു. എന്തായാലും വിചാരിച്ചത്ര പ്രശ്നങ്ങളൊന്നും സൂരജിനെ വിട്ടുകിട്ടാൻ ഉണ്ടായില്ലെന്നാ ഹരി പറഞ്ഞത്. ആദ്യം അവർ 1 കോടി രൂപ ചോദിച്ചെങ്കിലും വിടാൻ നേരത്ത് 30 ലക്ഷം രൂപ മതിയെന്നാ പറഞ്ഞത്. അതെന്താ അങ്ങനെ? തട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങനെ പണം കുറച്ച് വാങ്ങുന്നവരെ കൊണ്ടോ? അത് പിന്നെ അവസാനം അവരുടെ ബോസ് വന്നിട്ട് ഇത്രയും മതിയെന്ന് പറഞ്ഞു എന്ന്. അതൊക്കെ ഭഗവാൻ ഓരോരുത്തരെയും കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുന്നതാവും, അല്ലാതെ എന്താ. എന്തായാലും പ്രശ്നങ്ങൾ അവസാനിച്ചല്ലോ, അത് മതി. മോളെ, ഇതോടെ നിന്റെ സങ്കടങ്ങളൊക്കെ മാറിയല്ലോ. ഇനി നിന്റെ കരിയർ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോവാൻ. നിനക്കൊരു ജോലി വേണം. സൂരജിനും ഇനി പുതിയ ജോലി അന്വേഷിക്കണമല്ലോ. ആദർശം മീരയും പിരിഞ്ഞു നിൽക്കുന്ന സ്ഥിതിക്ക് സൂരജിന് അവിടെ ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. രണ്ടുപേർക്കും ജോലിയായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം. അതുപോലെ മോളെ? അതൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവും സൗകര്യവും സാഹചര്യവും ഒക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. കല്യാണമൊക്കെ എത്ര താമസിച്ചാലും കുഴപ്പമില്ല. സൂരജിനൊരു ആപത്തും ഇല്ലാതെ ഇങ്ങ് എത്തിയല്ലോ, അത് മതി എനിക്ക് സമാധാനിക്കാൻ. വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. ആദ്യം സൂരജിനെ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചു നേർന്ന വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാം. അതൊക്കെ നാളെ തന്നെ ചെയ്യാമേ. വിശാലേട്ടനെ വിളിച്ച് സൂരജ് വന്ന കാര്യം അറിയിച്ചു അച്ഛാ? ഞാൻ വിളിച്ചായിരുന്നു. നന്നായി. സൂരജിനെ അന്വേഷിച്ച് വിശാലും കുറെ അലഞ്ഞതല്ലേ? അതെ, സൂരജിനെ കാണാതായതിനു ശേഷം അവൻ ഇതുവരെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അതൊക്കെ അവൻ ഇനി ഇട്ടോളും. ഓരോ സംഭവങ്ങളും ജീവിതത്തിലുണ്ടാവുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാ നമ്മുടെ സ്വഭാവത്തിലുണ്ടാവുന്നത് അല്ലേ? അതെന്താ അമ്മ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? സൂരജിനെ കാണാതായപ്പോ വിദ്യമോൾക്ക് വയ്യാതായി. ആ സമയത്ത് ധന്യക്ക് ഇവരുടെ വിവാഹത്തിലുണ്ടായിരുന്ന എതിർപ്പൊക്കെ മാറിയില്ലേ? അത് പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളെക്കാളൊക്കെ വലുതല്ലേ മക്കളുടെ ജീവിതം.
ഇവർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഞാൻ എന്റെ വാശിയും മുറുക്കി പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതെ, ഈ പ്രശ്നങ്ങളെല്ലാം നടന്ന സമയത്ത് അമ്മയും ബീനാന്റിയും തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം തീർന്നതാ എനിക്ക് സന്തോഷം തന്നൊരു കാര്യം. ഓരോന്നും സംഭവിക്കാൻ ഓരോ കാരണങ്ങളുണ്ടാവണമല്ലോ. എന്തായാലും എല്ലാം നമ്മൾ ഭയന്നത് പോലെയൊന്നും ഉണ്ടാവാതെ ഭംഗിയായി എല്ലാം അവസാനിച്ചല്ലോ. മീരയുടെ പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ഈ സമയം നമുക്ക് മനസ്സോർന്ന് സന്തോഷിക്കായിരുന്നു. മീരയുടെ കാര്യം ഓർക്കുമ്പോ നല്ല സങ്കടമുണ്ട്. എന്റെ കുഞ്ഞിന്റെ കണ്ണീര് തുടയ്ക്കാൻ ഭഗവാൻ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ഒരു കുഴപ്പമില്ലാതെ നന്നായി പോയിരുന്ന ജീവിതമായിരുന്നു. ആദർശിന് എന്തിന്റെ പ്രശ്നമാണോ ഇങ്ങനെ ഡിവോഴ്സ് വേണമെന്ന് വാശി പിടിക്കാൻ? ഓരോരുത്തർക്കും ഓരോ തോന്നലുകളല്ലേ. അത് ശരിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വാശിയോടെ പെരുമാറാൻ തുടങ്ങിയാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞു തീർത്ത് മീരയും ആദർശവും ഒന്നായിരുന്നെങ്കിലും മനസ്സിനൊരു സമാധാനം കിട്ടിയാണ്. മീരയെ പോലൊരാളെ വേണ്ടെന്ന് വെക്കാൻ ആദർശേട്ടൻ എങ്ങനെ തോന്നുന്നു മനസ്സിലാവുന്നില്ല. കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വിലയറിയില്ലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാ ഇവരുടെയൊക്കെ കാര്യം. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ് ഇവര് ചിന്തിക്കും, എന്തു ഭാഗ്യമായിരുന്നു ഈശ്വരൻ തനിക്ക് തന്നതെന്നും എന്തിനാണ് താൻ അഹങ്കാരം കൊണ്ട് അതൊക്കെ നഷ്ടപ്പെടുത്തിയതെന്നും. ആദർശന് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ആളായിരുന്നു. പിന്നെ എന്താ പറ്റിയെന്നറിയില്ല. മനുഷ്യർക്ക് ഓരോ ചിന്തകൾ കയറി വരാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരാൾക്കേ കഴിയൂ, ഭഗവാന് മാത്രം. അതെ, എല്ലാം ശരിയാകാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. ഭഗവാനേ, മീരയും വീട്ടുകാരും വലിയ വർത്തമാനമൊക്കെ പറയുമെങ്കിലും അത്രയ്ക്ക് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുന്നില്ല. നീ എന്തിനാ അഭി വെറുതെ അവരെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ പറഞ്ഞത് കുറ്റമൊന്നുമല്ല, കാര്യമാണ്. അല്ലെങ്കിൽ ആദർശം കൊടുത്ത പണം അവർക്ക് ആവശ്യം വന്നില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ അത് തിരിച്ചു തരേണ്ടതല്ലേ? ഓഹോ, അപ്പൊ അതാണോ അഭിരാമി കണ്ടുപിടിച്ച പുതിയ കുറ്റം? നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇപ്പോഴും അവളെയും വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്യുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും ചേച്ചി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലേ അത് അവരുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ ആദർശ് ആ പണം സൂരജിനെ രക്ഷിക്കാൻ വേണ്ടി മനസ്സറിഞ്ഞു കൊടുത്തൊന്നും അല്ലല്ലോ. മീരയായിട്ടുള്ള ബന്ധം പിരിയാൻ വേണ്ടി ചെയ്തതല്ലേ? അതിലൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല. സൂരജിനെ കാണാതെ പോയതും അവനെ വിട്ടുകിട്ടാൻ പണം ആവശ്യപ്പെട്ടതൊന്നും സത്യമാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഏത് കിഡ്നാപ്പറാ പണം തിരികെ കൊടുക്കുന്നത്? ഇതൊക്കെ ആദർശിന്റെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള അവരുടെ വെറും തന്ത്രം മാത്രമാ. അല്ല, ആ കിഡ്നാപ്പർ വല്ല നാടകക്കാരനും ആയിരിക്കും.